അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഒഴിവാക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ തിരുനോട്ടവും ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും നമ്മുടെ മേലിലും നമ്മുടെ വീട്ടിനുള്ളിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിത്യേന ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മുടെ വീടിനുള്ളിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം കാരണം ഈ 5 പ്രധാനപ്പെട്ട ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ വീടിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അപകടങ്ങൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ വീടിനകത്തെ ബർക്കത്ത് നഷ്ടപ്പെട്ടേക്കാം, ഐശ്വര്യം നഷ്ടപ്പെടാം. അതുമല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ കടങ്ങൾ വന്നുകൂടി കടക്കെണിയിൽ അകപ്പെട്ടേക്കാം. അങ്ങനെ നിത്യേന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഒഴിവാക്കാനും നിങ്ങൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹു തആല നമുക്കതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് തിരിച്ചറിയാനും അത് ഒഴിവാക്കാൻ ശ്രമിക്കാനും നിങ്ങൾക്ക് കഴിയുക. ഒന്നാമതായും നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ഒന്ന് ചിലന്തി വലയാണ്. അതായത് നമ്മുടെ വീട്ടിൻ്റെ അകത്തോ പുറത്തോ വീടിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം ചിലന്തികൾ വല കെട്ടിയിട്ടുണ്ടാകാം. മാറാല ഒരുപാട് നാളുകളായി കെട്ടിക്കിടക്കുന്നുണ്ടാകും. അത്തരം ചിലന്തി വലകളെ എപ്പോഴും തട്ടി നീക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഐശ്വര്യവും ബർക്കത്തും ഒന്നുമില്ലാതെ കടങ്ങൾ വന്ന് കൂടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇങ്ങനെ മാറാല വല ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ വൃത്തിയായി തുടച്ചു നീക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലെ ഐശ്വര്യവും ബർക്കത്തുമെല്ലാം അത് എടുത്തു കളയുന്നതാണ്. ഓരോ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നിന് പിറകെ ഓരോന്നായി വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കടം വന്ന് ചേരാനും ഇത് കാരണമാകും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട കാര്യമാണ് പാത്രങ്ങൾ വൃത്തിയായി കഴുകി വെക്കുക എന്നതാണ്. രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മിക്ക വീടുകളിലും കാണാവുന്നതാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രങ്ങൾ കഴുകി വെക്കാതെ അതൊരു മൂലയിൽ അടുക്കി പൊറുക്കി വെക്കുക എന്നത്. ഈ ഒരു കാര്യം നമ്മുടെ വീടിന്റെ ബർക്കത്ത് എടുത്തു കളയുന്നതാണ്. പട്ടിണിയിലേക്ക് ആ വീടിനെ നയിക്കാൻ കാരണം ഇതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹോദരിമാരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അതെല്ലാം അടുക്കി പൊറുക്കി വെച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക. അത് നിർബന്ധമായ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരുന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ് സുബഹി നിസ്കാര ശേഷം ഉറങ്ങുക എന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് വീടിനുള്ളിൽ പതിവായി കാണാറുള്ളതാണ് രാവിലെ സുബഹി നമസ്കാര ശേഷം ഉറങ്ങുക എന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും സുബഹി നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ആരെങ്കിലും കിടന്നുറങ്ങിയാൽ ആ വീട്ടിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല എന്നത് മഹാന്മാർ നമ്മെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മുടെ മക്കളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് വീടുകളിൽ മാതാപിതാക്കൾ ഖുർആൻ ഓതിയും നിസ്കരിച്ചുമൊക്കെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് മക്കൾ ഉറങ്ങുന്നുണ്ടാകും. ഈ കാര്യങ്ങൾ അവരെ കൂടി നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്ന സഹോദരന്മാരും സഹോദരിമാരും ഈ ഒരു കാര്യം പതിവായി ചെയ്യുന്നുണ്ടാകും. ഈ സമയത്തുള്ള ഉറക്കം നമ്മുടെ ഐശ്വര്യം, നമ്മുടെ വീടിനുള്ളിലെ ഐശ്വര്യവും ബർക്കത്തുമെല്ലാം എടുത്തു കളയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ ഒരിക്കലും തീരുകയില്ല. സൂര്യൻ ഉദിച്ച ശേഷം എത്ര സമയം വേണമെങ്കിലും നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. നാലാമത്തെ കാര്യമാണ് വീട്ടിനുള്ളിൽ നമ്മൾ അടിച്ചു വാരിയ വേസ്റ്റ് ഒരു മൂലയിൽ കൂട്ടിവെക്കുന്നത്. ഒരുപാട് വീടുകളിൽ കാണുന്നതാണ് ഇത്. പാചകം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് അടിച്ചു വാരിയ ശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം പിന്നീട് എപ്പോഴെങ്കിലും പുറത്തേക്ക് എറിയാമെന്ന് വിചാരിച്ച് അതൊരു മൂലയിൽ കൂട്ടിയിടും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും ഒരിക്കലും ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും ഉണ്ടാവുന്നതല്ല. എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടിച്ചു വാരി കഴിഞ്ഞാൽ എല്ലാ വേസ്റ്റുകളും
ആ സമയത്ത് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയുക. വീട്ടിനകത്ത് അത് സൂക്ഷിച്ചു വെക്കാതെ പുറത്തേക്ക് കളയുക. അഞ്ചാമതായിട്ട് പറയുന്നത് പലിശയുടെ കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് പലിശ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മളെ വെറുക്കുന്നതാണ്. അള്ളാഹു താല നിഷിദ്ധമാക്കിയിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള ഒന്നാണ് പലിശ എന്നത്. അത് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും എഴുതുന്നവനെയുമെല്ലാം അള്ളാഹു താല വെറുത്തിരിക്കും. അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പലിശയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട പണം കൊണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഉപയോഗ സാധനങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ വസ്ത്രമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മോട് കോപിക്കുന്നതാണ്. അങ്ങനെയുള്ള വീട്ടിൽ അള്ളാഹു താല ഒരിക്കലും റഹ്മത്തും ബർക്കത്തും തരുകയുമില്ല. ഈ 5 കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുമെല്ലാം ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും കോരിച്ചൊരിയുന്നതാണ്. അതിന് നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.